ഹായ് ഓൾ. ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ 2026 കോമൺവെൽത്ത് ഗെയിംസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കാണുക. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ പഠിക്കുന്ന മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് 2026. നമ്മൾ ഈ ഒരു കോമൺവെൽത്ത് ഗെയിംസ് ഏകദേശം 4 വർഷം കൂടുമ്പോഴാണ് ഇത് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് ഇത് കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായിട്ട് നടന്നത് എവിടെ വെച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1930 കേട്ടോ. 1930 കാനഡയിലെ ഹാമിൽട്ടണിൽ വെച്ചിട്ടാണ് ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആദ്യകാല നാമം ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നായിരുന്നു കേട്ടോ. ഇതാണ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ്. ആൻഡ് ഇതിൻ്റെ ഇടക്കാലം കൊണ്ട് ഇതിൻ്റെ പേരുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരുകൾ 1930 മുതൽ 50 വരെ ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നായിരുന്നു. അതിനുശേഷം പിന്നീട് ഇത് ബ്രിട്ടീഷ് എംപയർ ആൻഡ് കോമൺവെൽത്ത് ഗെയിംസ് എന്നാവുന്നുണ്ട്. പിന്നെ ബ്രിട്ടീഷ് കോമൺവെൽത്ത് ഗെയിംസ് എന്ന് മാറുന്നുണ്ട്. അത് കഴിഞ്ഞ് 1978 ഇതിൻ്റെ പേര് ഇപ്പോഴത്തെ പോലെ കോമൺവെൽത്ത് ഗെയിംസ് എന്ന രീതിയിൽ സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 1978 മുതലാണ് കോമൺവെൽത്ത് ഗെയിംസ് എന്ന പേര് സ്ഥിരമായിരിക്കുന്നത് കേട്ടോ. ഇനി ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത കോമൺവെൽത്ത് ഗെയിംസ് ഏത് വർഷത്തെയാണ്? 1934. അതായത് രണ്ടാമത്തെ കോമൺവെൽത്ത് ഗെയിംസിലാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്, പങ്കെടുക്കുന്നത്. ഇനി നമുക്ക് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ പങ്കെടുത്ത ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മെഡൽ കിട്ടിയിട്ടുണ്ട്. ഗുസ്തിക്ക് ഒരു വെങ്കല മെഡലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് ആർക്കാണ് കിട്ടിയത്? അൻവർ റാഷിദ് എന്ന് പറയുന്നൊരു വ്യക്തിക്കാണ്. അപ്പോൾ അദ്ദേഹമാണ് ഗുസ്തിയിൽ വെങ്കല മെഡൽ ഇന്ത്യക്ക് നേടിക്കൊടുത്തത് ആദ്യമായിട്ടുള്ള ഇന്ത്യ പങ്കെടുത്ത ആദ്യ കോമൺവെൽത്ത് ഗെയിംസിൽ. ഓക്കെ, അപ്പോൾ അന്ന് 1934 എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. ബ്രിട്ടീഷ് ഇന്ത്യയാണ് അന്നത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തതെന്നും കൂടി ഓർക്കുക. ഇനി ഇപ്പോൾ ഈ 2026 കോമൺവെൽത്ത് ഗെയിംസാണ് നമുക്ക് നടക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് മുന്നേ കോമൺവെൽത്ത് നടന്നത് ഏത് വർഷമാണ്? 2022. അപ്പോൾ 2022 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗെയിംസിൽ ഇന്ത്യ ആകെ 61 മെഡലുകൾ നേടി. അന്ന് 22 സ്വർണം ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ അന്ന് 19 മത്സര ഇനങ്ങൾ ഇംഗ്ലണ്ടിൽ വെച്ച് നടത്തിയിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുകൾ ഇന്ത്യ ബർമിംഗ്ഹാമിൽ നിന്ന് നേടി. 19 മത്സര ഇനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇനി ഇന്ത്യയിൽ വെച്ച് ലാസ്റ്റ് കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് 2010 കേട്ടോ. അപ്പോൾ 2010 ഇന്ത്യയിൽ വെച്ച് കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. അത് വേദിയായത് ന്യൂഡൽഹി ആയിരുന്നു. ഇനി നമുക്ക് ഗ്ലാസ്ഗോ 2026 കോമൺവെൽത്ത് ഗെയിംസിലേക്ക് വരാം. അപ്പോൾ നമുക്കറിയാം 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിലാണ്. ഇവിടെയാണ് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ. ഇത് എത്രാമത്തെ കോമൺവെൽത്താണ്? 23ാമത്തെ എഡിഷനാണ് കേട്ടോ. 23ാമത്തെ എഡിഷനാണ് 2026 കോമൺവെൽത്ത് ഗെയിംസ്. അപ്പോൾ ഇത് തുടങ്ങിയ ഡേറ്റും പഠിക്കാൻ എളുപ്പമാണ്. കാരണം 23 ജൂലൈയിലാണ് തുടങ്ങിയത്. ഓക്കെ, 23ാമത്തെ എഡിഷൻ ആരംഭിച്ചത് 23 ജൂലൈ 2026. ഇനി ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടന്ന സ്റ്റേഡിയം എന്ന് പറയുന്നത് ദി ഹൈഡ്രോ എന്ന് പറയുന്ന ഒരു സ്റ്റേഡിയമാണ് ഗ്ലാസ്ഗോയിലുള്ളത്. ഉദ്ഘാടന ചടങ്ങുകൾ നടന്ന സ്റ്റേഡിയം ഏതാണ്? ദി ഹൈഡ്രോ എന്ന് പറയുന്ന ഒരു സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, നടത്തുന്നത് കേട്ടോ. ആ സ്റ്റേഡിയത്തിൻ്റെ പേരാണ് ദി ഹൈഡ്രോ. ഇനി കോമൺവെൽത്ത് ഗെയിംസിൽ മത്സരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടനും ബ്രിട്ടൻ്റെ പഴയ കോളനികളുമാണ് എന്ത് ചെയ്യുന്നത്, കോമൺവെൽത്ത് ഗെയിംസിൽ മത്സരിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം, നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന പേരാണ് കോമൺവെൽത്ത്. അപ്പോൾ ഈ ബ്രിട്ടനും ബ്രിട്ടൻ്റെ പഴയ കോളനികളുമാണ് ഈ ഒരു ഗെയിംസിൽ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വർഷം 74 രാജ്യങ്ങളാണ് കോമൺവെൽത്ത് ഗെയിംസിൽ മത്സരിക്കുന്നത് കേട്ടോ. ഇനി ഈ ഒരു 2026 കോമൺവെൽത്ത് ഗെയിംസ് ആദ്യം നടത്താനിരുന്നത് ഗ്ലാസ്ഗോയിലല്ല, ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സ്റ്റേറ്റിലാണ് ഇത് നടത്താനിരുന്നത്. പക്ഷേ അവിടെ ചിലവും കാര്യങ്ങളും കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേദി മാറ്റുകയായിരുന്നു. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിലേക്ക് മാറ്റുകയായിരുന്നു. അങ്ങനെ മാറ്റിയതുകൊണ്ട് തന്നെ
പെട്ടെന്നുള്ളൊരു അറേഞ്ച്മെൻ്റ് ആയതുകൊണ്ട് തന്നെ മത്സര ഇനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട് കേട്ടോ. മത്സര ഇനങ്ങളിൽ കുറേയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ കൂടുതലായിട്ടും മെഡൽ നേടുന്ന ചില ഇനങ്ങളൊന്നും ഇത്തവണത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ഈ പറയുന്ന സ്കോട്ട്ലൻഡിൽ 4 തവണ ഇതുവരെ കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായിട്ടുണ്ട്. 1970, 1986, 2014, 2026 ഇങ്ങനെ 4 തവണ സ്കോട്ട്ലൻഡ് കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായിട്ടുണ്ട്. ഇനി 2026 ഞാൻ പറഞ്ഞല്ലോ, വേദി അവർ മാറ്റുകയാണ് ചെയ്തത്. ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സ്റ്റേറ്റിൽ നിന്ന് പിന്നീട് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിലേക്ക് മാറ്റിയപ്പോഴത്തേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, മത്സര ഇനങ്ങളിൽ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ 10 എണ്ണമാണ് ഉള്ളത്. പിന്നീട് 6 പാരാ സ്പോർട്സ് ഇനങ്ങളും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു 74 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇനി ഏതൊരു ഗെയിംസിൻ്റെ ആണെങ്കിലും നമുക്ക് ചോദിക്കുന്നൊരു ഇതാണ് ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം? ഫിന്നി എന്ന് പറയുന്ന യൂണിക്കോൺ ആണ്. ഫിന്നി എന്ന യൂണിക്കോൺ. അതിന് ഈ ഒരു 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ഞാൻ പറഞ്ഞു പാരാ സ്പോർട്സ് ഇനങ്ങൾ 6 എണ്ണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഒരു നയം കൂടെ ഈ ഒരു കോമൺവെൽത്ത് ഗെയിംസിന് ഉണ്ട്. അപ്പോൾ ഈ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പാരാ സ്പോർട്സും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൂടാതെ നമ്മുടെ ഈ കൊടുക്കുന്ന മെഡലുകളുണ്ടല്ലോ, ഗെയിംസിന് സമാനമായിട്ട് കൊടുക്കുന്ന മെഡലുകൾ, അതിലെന്ത് ചെയ്തിട്ടുണ്ട്, ബ്രെയിൽ ലിപി ആലേഖനം ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പ്രധാന മത്സര ഇനങ്ങൾ 10 എണ്ണമാണ്. അപ്പോൾ ഈ 10 എണ്ണത്തിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണെന്ന് നോക്കാം. അത്ലറ്റിക്സ്, ജിംനാസ്റ്റിക്, ബാസ്കറ്റ് ബോൾ, ബോക്സിങ്, സൈക്ലിങ്, ജൂഡോ, സ്വിമ്മിങ്, നെറ്റ് ബോൾ, ലോൺ ബോൾസ്, വെയ്റ്റ് ലിഫ്റ്റ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാൻ, നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കാനാണ്. അത്ലറ്റിക്സ്, ജിംനാസ്റ്റിക്, ബാസ്കറ്റ് ബോൾ, ബോക്സിങ്, സൈക്ലിങ്, ജൂഡോ, സ്വിമ്മിങ്, നെറ്റ് ബോൾ, ലോൺ ബോൾസ്, അതുപോലെ തന്നെ വെയ്റ്റ് ലിഫ്റ്റ്. ഇനി ഈ ഒരു കോമൺവെൽത്ത് ഗെയിംസിൻ്റെ മെഡലുകൾക്കും ഉണ്ട് പ്രത്യേകത. അതിൻ്റെ ആകൃതി എന്ന് പറയുന്നത് ഇത്തവണ ത്രികോണ ആകൃതിയിലാണ് ഉള്ളത്. അതുകൂടാതെ എന്തും കൂടെ ചേർത്തിട്ടുണ്ട്, ആ ഒരു മെഡലുകളിൽ ബ്രെയിൽ ലിപി ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ നിന്ന്, ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ പങ്കെടുത്തവരെ ഒന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യയിൽ നിന്നും നമ്മൾ 5 മലയാളികൾ പങ്കെടുത്തിട്ടുണ്ട്. 5 മലയാളികൾ ഉൾപ്പെടെ 126 പേരാണ് കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ 78 പുരുഷ കായിക താരങ്ങളും 48 വനിതാ കായിക താരങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഉൾപ്പെട്ട മലയാളികളെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. അപ്പോൾ ആരൊക്കെയാണ് മലയാളികൾ പങ്കെടുത്തത്? കോമൺവെൽത്ത് ഗെയിംസ് 2026 പങ്കെടുത്ത മലയാളികളാണ് എം ശ്രീശങ്കർ അത്ലറ്റിക്സ്, അൻസ ബാബു അത്ലറ്റിക്സ്, സജൻ പ്രകാശ് നീന്തൽ, KP സ്വാദിഷ് ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്, മുഹമ്മദ് ബാസിൽ പാരാ അത്ലറ്റ്. അപ്പോൾ ഈ ഒരു 5 പേരുകൾ, എം ശ്രീശങ്കർ, അൻസ ബാബു, സജൻ പ്രകാശ്, KP സ്വാദിഷ്, മുഹമ്മദ് ബാസിൽ, ഈ 5 പേരെയും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇനി ഇതിൽ നമുക്ക് 2 പേർക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മെഡൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അത് എം ശ്രീശങ്കറും മുഹമ്മദ് ബാസിലിനുമാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു മെഡൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ബാക്കിയുള്ളതിൽ നോക്കാം, അടുത്തതിൽ വരുമ്പോഴേക്കും നോക്കാം. ഇനി ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് പറഞ്ഞു, അത് ഹൈഡ്രോ എന്ന് പറയുന്ന സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് ആരാണ്? മീരാഭായ് ചാനുവും ലവ്ലിന ബോർഗോഹൈനും ചേർന്നിട്ടാണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത്. ചരിത്രത്തിൽ ആദ്യം, നമ്മൾ ഏതൊരു ഗെയിംസ് എടുത്തു കഴിഞ്ഞാലും അതിൽ ആദ്യം സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും അല്ലേ. ആദ്യ മെഡൽ നേടിയത്, ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത്, അതുപോലെ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായൊരു വെങ്കലം നേടിയത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ കുറച്ച് ആദ്യം സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഇപ്പോൾ 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ മെഡൽ നേടിയ വ്യക്തിയാണ് ജാൻഡു കുമാർ. ഇദ്ദേഹം പാരാ പവർ ലിഫ്റ്റിങ്ങിൽ വെങ്കല മെഡലാണ് നേടിയിട്ടുള്ളത്. ബീഹാർ സ്വദേശിയാണ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യ മെഡൽ എന്ന് പറയുന്നത് ഒരു വെങ്കല മെഡലാണ് നേടിയിട്ടുള്ള വ്യക്തിയാണ് ജാൻഡു കുമാർ. ഇദ്ദേഹം പാരാ പവർ ലിഫ്റ്റിങ്ങിലാണ് വെങ്കല മെഡൽ നേടിയത്. ഇനി 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? മീരാഭായ് ചാനു ആണ്. 48 കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിങ്ങിലാണ് മീരാഭായ് ചാനു ഇന്ത്യക്ക് വേണ്ടിയിട്ട് കോമൺവെൽത്ത് ഗെയിംസ് 2026 ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ വെങ്കല മെഡൽ കണ്ടു. ആരാണ് നമുക്ക് വെങ്കല മെഡൽ നേടിത്തന്നത്? ജാൻഡു കുമാറാണ്. രണ്ടാമത് ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ നേടിത്തന്നത് മീരാഭായ് ചാനു ആണ്. ഇനി
ഇനി കോമൺവെൽത്ത് ഗെയിംസിൽ ഇറങ്ങുന്ന ആദ്യത്തെ മലയാളി പാരാ അത്ലറ്റ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. കോമൺവെൽത്ത് ഗെയിംസിൽ ഇറങ്ങുന്ന ആദ്യ മലയാളി പാരാ അത്ലറ്റ് ആരാണ്? മലപ്പുറം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ബാസിലാണ് ഇദ്ദേഹം. ആൻഡ് ഇദ്ദേഹത്തിന് പാരാ അത്ലറ്റിക് 100 മീറ്റർ T47 എന്ത് ലഭിച്ചിട്ടുണ്ട്? വെള്ളി ലഭിക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ആദ്യമായിട്ട് ഇറങ്ങിയ കോമൺവെൽത്ത് ഗെയിംസിൽ തന്നെ ഇദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? വെള്ളി ഒരു മെഡൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു മലയാളി പാരാ അത്ലറ്റ് കോമൺവെൽത്ത് ഗെയിംസിൽ മത്സരിക്കുന്നത്. പിന്നെ അടുത്തതാണ് കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ ഹൈ ജമ്പിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വെള്ളി മെഡൽ നേടിത്തന്നത് ആരാണ്? സർവേഷ് കുഷാരയാണ്. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ പുരുഷ ഹൈ ജമ്പിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വെള്ളി മെഡൽ നേടിത്തന്നത് ആരാണ്? സർവേഷ് കുഷാര. എത്ര മീറ്റർ ആണെന്നും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. 2.25 മീറ്റർ. ഓക്കെ, നമ്മളോട് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ അളവുകളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിച്ചിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് അത് ഓർത്ത് വയ്ക്കാൻ പറയുന്നത്. നെക്സ്റ്റ്, കോമൺവെൽത്ത് ഗെയിംസിൽ പാരാ അത്ലറ്റിക്കിൽ വനിതാ വിഭാഗം ഷൂട്ട് പുട്ടിൽ ആദ്യമായി ഒരു ഇന്ത്യൻ വനിത സ്വർണം നേടി. ആ വനിതയുടെ പേരാണ് ഷർമിള ധൻകർ. അപ്പോൾ പാരാ അത്ലറ്റിക്കിലാണ് വനിതാ വിഭാഗം ഷോട്ട് പുട്ടിൽ ഒരു ഇന്ത്യൻ വനിത ആദ്യമായിട്ട് സ്വർണം നേടി. ആ വ്യക്തിയാണ് ഷർമിള ധൻകർ. ആൻഡ് ഇന്ത്യയുടെ തന്നെ ശില്പ കെ ശൈല എന്ന് പറയുന്ന വ്യക്തിക്കാണ് വെങ്കല മെഡൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ വനിതാ വിഭാഗം ഷോട്ട് പുട്ട് പാരാ അത്ലറ്റിക് അതിൽ സ്വർണം നേടിയത് ആരാണ്? ഷർമിള ധൻകർ. വെങ്കലം നേടിയത് ശില്പ കെ ശൈല. ഇനി ആദ്യമായി പാരാ അത്ലറ്റിക്സ് 100 മീറ്ററിൽ സ്വർണം നേടിയ പുരുഷ അത്ലറ്റ് ആരാണ്? ദിലീപ് മഹാദു ഗെവിറ്റ് ആണ്. അപ്പോൾ ആദ്യമായി പാരാ അത്ലറ്റിക്സ് 100 മീറ്ററിൽ സ്വർണം നേടിയ പുരുഷ അത്ലറ്റ് ഏതാണ്? ദിലീപ് മഹാദു ഗെവിറ്റ്. ഇത് T27 ആണ്. 100 മീറ്റർ T27 സ്വർണം നേടിയ പുരുഷ അത്ലറ്റ് ദിലീപ് മഹാദു ഗെവിറ്റ് ആണ്. ഇനി ഇന്ത്യയുടെ കോമൺവെൽത്ത് ഗെയിംസ് ചരിത്രത്തിൽ ആദ്യമായി 2026 നമ്മൾ സ്വർണം നേടിയ മറ്റൊരു മത്സര വിഭാഗമാണ് ജൂഡോ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ ജൂഡോയിൽ സ്വർണം നേടുന്നത്. അത് ഏതൊക്കെയാണ്? വനിതകളുടെ വിഭാഗത്തിൽ നേടി, പുരുഷന്മാരുടെ വിഭാഗത്തിൽ നേടിയിട്ടുണ്ട്. വനിതകളുടെ 48 കിലോഗ്രാം ജൂഡോയിൽ സ്വർണം നേടിയ വ്യക്തിയാണ് അസ്മിത ഡേ. വനിതകളുടെ 48 കിലോഗ്രാം ജൂഡോയിൽ സ്വർണം നേടിയത് ആരാണ്? അസ്മിത ഡേ. ഇനി പുരുഷന്മാരുടെ ആണെങ്കിലോ അത് 60 കിലോയിലാണ്. 60 കിലോഗ്രാം ജൂഡോയിൽ സ്വർണം നേടിയത് ഹർഷ സിംഗ്. അപ്പോൾ നമ്മൾക്ക് ജൂഡോയിൽ നിന്ന് 2 സ്വർണം ലഭിച്ചു. വനിതാ വിഭാഗത്തിൽ ലഭിച്ചു, പുരുഷ വിഭാഗത്തിൽ ലഭിച്ചു. വനിതകളുടെ അസ്മിത ഡേ, പുരുഷന്മാരുടെ ആണെങ്കിൽ ഹർഷ സിംഗ്. അസ്മിത ഡേയും ഹർഷ സിംഗുമാണ് നമുക്ക് സ്വർണം നേടിത്തന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ ഡെക്കാത്തലണിൽ ഒരു മെഡൽ നേടുന്നത്. ഏത് മെഡലാണ്? വെങ്കല മെഡലാണ് നേടിയത്. അപ്പോൾ ഡെക്കാത്തലണിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ കായിക താരത്തിൻ്റെ പേരെന്താണ്? തേജസ്വിൻ ശങ്കർ. അപ്പോൾ ഡെക്കാത്തലണിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ്? തേജസ്വിൻ ശങ്കർ എന്ന് പറയുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടത് ആരൊക്കെയാണ് ആദ്യമായിട്ട് ഒരു മെഡൽ വാങ്ങിയത്. ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യം, ഇന്ത്യയിൽ തന്നെ ആദ്യം. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കണ്ടത്. ഇനി നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് നോക്കാം. അതായത് സ്വർണം, വെള്ളി, വെങ്കലം. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്വർണം നമുക്ക് ലഭിച്ചത് ഏതിൽ നിന്നാണ്? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ബോക്സിങ്, ഇന്ത്യ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയത് ഏതിൽ നിന്നാണ്? ബോക്സിങ്ങിൽ നിന്നാണ് കേട്ടോ. കാരണം ബോക്സിങ്ങിൽ നിന്ന് ഇന്ത്യക്ക് 7 സ്വർണം 3 വെള്ളി ഉൾപ്പെടെ 10 മെഡലുകളാണ് ബോക്സിങ്ങിൽ നിന്ന് ലഭിച്ചത്. അപ്പോൾ ബോക്സിങ്ങിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ രാജ്യവും ഇന്ത്യയാണ്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ ഒരു മത്സര ഇനം എന്ന് പറയുന്നതും ബോക്സിങ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബോക്സിങ്ങിൽ പറഞ്ഞു 7 സ്വർണം കിട്ടി. ഈ 7 സ്വർണത്തിൽ 5 സ്വർണം നേടിയത് വനിതകളാണ്. 2 സ്വർണം ലഭിച്ചത് പുരുഷന്മാരുടെ ജൂഡോയിൽ നിന്നാണ്. അപ്പോൾ ഈ 7 പേരുടെ പേരുകൾ നമുക്ക് നോക്കി വെക്കണം. അപ്പോൾ ബോക്സിങ്ങിൽ സ്വർണ്ണ മെഡൽ നേടിയവരിൽ വനിതകൾ പ്രീതി പവാർ, ജാസ്മിൻ ലംബോറിയ, സാക്ഷി ചൗധരി, പ്രിയ ഗംഗാസ്, അരുന്ധതി ചൗധരി. പ്രീതി പവാർ, ജാസ്മിൻ ലംബോറിയ, സാക്ഷി ചൗധരി, പ്രിയ ഗംഗാസ്, അരുന്ധതി ചൗധരി. പുരുഷന്മാരാണെങ്കിൽ സച്ചിൻ സിവജും അങ്കുഷ് പങ്കാൽ. പുരുഷന്മാർ സച്ചിൻ സിവജും അങ്കുഷ് പങ്കാൽ.
അപ്പോൾ നമുക്കിത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പ്രീതിയും പ്രിയ എന്ന് പറയുന്ന രണ്ട് പേരുകൾ അടുപ്പിച്ച് പറയാം. അതായത് പ്രീതി, പ്രിയ, ഞാൻ ജാസ്മിൻ, സാക്ഷി, അരുന്ധതി. ഇത് കോഡൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പഠിക്കുക. അപ്പോൾ ഞാനിങ്ങനെയാണ് നോക്കി വെക്കുക: പ്രീതി, പ്രിയ, ജാസ്മിൻ, സാക്ഷി, അരുന്ധതി. പിന്നെ സച്ചിനും അങ്കുഷും. അപ്പോൾ അവർ രണ്ടുപേരുള്ളതുകൊണ്ട് അവരുടെ പേരെങ്ങനെ നമ്മൾ മറക്കാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ ഈ 7 പേരുടെ പേരുകൾ നമ്മൾ കണ്ടല്ലോ: പ്രീതി, പ്രിയ, ജാസ്മിൻ, സാക്ഷി, അരുന്ധതി, പിന്നെ സച്ചിനും അങ്കുഷും. അപ്പോൾ ഈ 7 പേരാണ് നമുക്ക് എന്താ പറയുക, ബോക്സിങ്ങിൽ സ്വർണം നേടിത്തന്നത്. അപ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ ഇനം ബോക്സിംഗ് ആണ്. എന്നാൽ പക്ഷേ നമ്മൾ സ്വർണ്ണ മെഡൽ നേടിയത് ഏറ്റവും കൂടുതൽ ബോക്സിങ്ങിൽ നിന്നാണെന്ന് പറഞ്ഞു. ബട്ട് ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് എവിടെ നിന്നാണ്? അത്ലറ്റിക്സിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ പാരാ അത്ലറ്റിക്സും കൂടെ ചേർത്തുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ മെഡലുകൾ നമ്മൾ നേടിയിട്ടുള്ളത് അത്ലറ്റിക്സിൽ നിന്നാണ്. ഇനി പുരുഷന്മാരുടെ പാരാ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയത് ആരാണ്? സോമൻ റാണയാണ്, 13.4 മീറ്റർ. ഓക്കെ, പുരുഷന്മാരുടെ പാരാ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയത് സോമൻ റാണ, 13.4 മീറ്റർ. നമുക്ക് ഈ ഒരു പാരാ അത്ലറ്റിക്സിൽ നിന്ന് 3 സ്വർണം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് ഈ പറയുന്ന പാരാ ഷോട്ട് പുട്ട് സോമൻ റാണ. നേരത്തെ നമ്മൾ കണ്ടു ഷർമിള ധൻകറിൻ്റെ, നമ്മൾ ഷർമിള ധൻകറിനെ കണ്ടിരുന്നു. അത് പാരാ അത്ലറ്റിക്സിൽ വനിതാ വിഭാഗം ഷോട്ട് പുട്ടിലാണ് ആദ്യമായി ഒരു ഇന്ത്യൻ വനിത സ്വർണം നേടിയത്, ഷർമിള ധൻകർ. അപ്പോൾ അത് 2ാമത്തെ സ്വർണം. പിന്നെ പാരാ അത്ലറ്റിക്കിൽ തന്നെ നമുക്ക് 3ാമത്തെ സ്വർണം നേടിയത് ദിലീപ് ബഹാദൂർ ഗവിറ്റിൻ്റെയാണ്. അദ്ദേഹം പാരാ അത്ലറ്റിക്സ് 100 മീറ്ററിലാണ് സ്വർണം നേടിയത്. അപ്പോൾ പാരാ അത്ലറ്റിക്സിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പാരാ സ്പോർട്സിൽ നിന്ന് നമുക്ക് 3 സ്വർണം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ദിലീപ് ബഹാദൂർ ഗവിറ്റ്, ഷർമിള ധൻകർ, പിന്നെ സോമൻ റാണ. അപ്പോൾ നമുക്ക് പാരാ സ്പോർട്സിൽ നിന്ന് എന്ത് കിട്ടിയിട്ടുണ്ട്? 3 സ്വർണം ലഭിച്ചിട്ടുണ്ട് ഇവർ 3 പേരിലൂടെ. ഇനി നമ്മുടെ മലയാളികളായിട്ടുള്ള 2 പേരുടെ പേര് പറഞ്ഞിരുന്നു. അവർ 2 പേർക്കും മെഡൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് ശ്രീശങ്കറാണ്. എം ശ്രീശങ്കറിന് കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളിയാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി നേടിയത് എം ശ്രീശങ്കറാണ്. അതുപോലെ തന്നെ മറ്റൊരു മലയാളി എന്ന് പറയുന്നത് മുഹമ്മദ് ബാസിലാണ്. ആദ്യം പറഞ്ഞിരുന്നു മുഹമ്മദ് ബാസിലിൻ്റെ കാര്യം. അദ്ദേഹത്തിന് കോമൺവെൽത്ത് ഗെയിംസിൽ ഇറങ്ങുന്ന ആദ്യ മലയാളി പാരാ അത്ലറ്റാണ് മുഹമ്മദ് ബാസിൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് T47 വെള്ളി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 5 മലയാളികൾ പങ്കെടുത്തതിൽ 2 പേർക്കാണ് മെഡലുകൾ ലഭിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു മത്സര ഇനമാണ് ജാവലിൻ ത്രോ അല്ലേ. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് ശ്രീലങ്കയുടെ റുമേഷ് പതിരാഗിയാണ് കേട്ടോ. അപ്പോൾ ഈ ഇനത്തിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളിയാണ് ലഭിച്ചത്. അതുപോലെ തന്നെ വെങ്കലം നേടിയത് ഇന്ത്യയുടെ തന്നെ യശ്വീർ സിംഗ് എന്ന് പറയുന്ന ഒരു കായിക താരത്തിനാണ്. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് ആരാണ്? റുമേഷ് പതിരാഗ. ആ ഒരു അളവും കൂടെ നമ്മൾ പഠിച്ചു വയ്ക്കുക, 89.75 മീറ്റർ എന്നുള്ളത്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളി നേടിയത് ആരാണ്? നീരജ് ചോപ്ര. അദ്ദേഹത്തിൻ്റെത് 85.83 വെങ്കലം നേടിയത് യശ്വീർ സിംഗ് ആണ്, ഇന്ത്യയുടെ തന്നെ 85.4 മീറ്റർ. അപ്പോൾ നമുക്ക് ബോക്സിങ്ങിൽ നിന്നും 10 മെഡലുകൾ ലഭിച്ചു. 7 സ്വർണം 3 വെള്ളിയും നമ്മൾ നേരത്തെ കണ്ടിരുന്നു അവരുടെ. പിന്നെ അതേപോലെ തന്നെ പാരാ അത്ലറ്റിക്കിൽ നിന്നും 3 സ്വർണം ലഭിച്ചു. ഷർമിള ധൻകർ, സോമൻ റാണ, ദിലീപ് ഗാവിറ്റും 3 പേരുടെയും നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അടുത്തത് വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ നമുക്ക് മീരാബായ് ചാനു ഒരു സ്വർണം നേടി തന്നിരുന്നു. അങ്ങനെ ഒരു സ്വർണം ഉൾപ്പെടെ 8 മെഡലുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 1 സ്വർണം, 6 വെള്ളി, 1 വെങ്കലം, അങ്ങനെ 8 മെഡലുകളാണ് വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ഇനി ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചിട്ടുണ്ട്? 39 മെഡലുകളോട് കൂടി ഇന്ത്യ 4ാം സ്ഥാനമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ബർമിംഗ്ഹാമിലെ ഗെയിംസിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനമായിരുന്നു. ഇപ്രാവശ്യം 4ാം സ്ഥാനമാണ് ലഭിച്ചിട്ടുള്ളത്. 39 മെഡലുകൾ. ഇതിൽ 13 സ്വർണം ലഭിച്ചിട്ടുണ്ട്, 17 വെള്ളി, 9 വെങ്കലം കേട്ടോ. അപ്പോൾ 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം. അപ്പോൾ ഈ ഒരു കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യ സ്ഥാനം കരസ്ഥമാക്കിയത് ആരാണ്? ഓസ്ട്രേലിയ ആണ്. ഓസ്ട്രേലിയക്ക് 70 സ്വർണം, 46 വെള്ളി, 56 വെങ്കലം എന്നിവയാണ് ലഭിച്ചിട്ടുള്ളത്.
അപ്പോൾ 70 സ്വർണം, 46 വെള്ളി, 56 വെങ്കലം. അപ്പോൾ ആദ്യ സ്ഥാനത്ത് വന്നിരിക്കുന്ന ഓസ്ട്രേലിയയുടെയും അതുപോലെ തന്നെ നമ്മുടെയും അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നോക്കി വെച്ചിരിക്കണം. 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ളത് ഇംഗ്ലണ്ടും കാനഡയാണ് കേട്ടോ. അപ്പോൾ ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, കാനഡ, അത് കഴിഞ്ഞിട്ട് ഇന്ത്യ. 12 ദിവസം നീണ്ടു നിന്ന കോമൺവെൽത്ത് ഗെയിംസ് ഓഗസ്റ്റ് 2-ാം തീയതിയാണ് അവസാനിച്ചത്. അപ്പോൾ ഇനി അടുത്തത് 4 വർഷം കഴിഞ്ഞിട്ട് 2030 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുക. അപ്പോൾ 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഇന്ത്യയിൽ അഹമ്മദാബാദിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ അഹമ്മദാബാദിൽ വെച്ചിട്ടാണ്. അഹമ്മദാബാദും ഗാന്ധിനഗറും 2 സ്ഥലങ്ങളാണ് വെച്ചിട്ടാണ് ഇനി കോമൺവെൽത്ത് ഗെയിംസ് നടക്കുക. അപ്പോൾ 2030 എന്ന് പറയുമ്പോൾ 1930 കോമൺവെൽത്ത് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തത്. 2030 ആകുമ്പോഴത്തേക്കും കോമൺവെൽത്ത് ഗെയിംസിൻ്റെ 100ാം വാർഷികമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഗെയിംസിൻ്റെ പേരെന്താണ്? അഹമ്മദാബാദ് 2030 എന്നതാണ്. അപ്പോൾ ഈ അഹമ്മദാബാദ് എന്ന് പറയുന്നത് അഹമ്മദാബാദിൻ്റെ തന്നെ മറ്റൊരു പേരാണ്. അപ്പോൾ അഹമ്മദാബാദ് 2030 എന്നതാണ് 2030 നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൻ്റെ പേര് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുള്ളത്, നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിലും കൂടുതൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്.